ഇവിടെ ഒരു പയ്യൻ അവന്റെ വീട്ടിലെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ ഉള്ളിലിരിക്കുന്ന ഐസ്ക്രീം തനിയെ ഡബ്ബയ്ക്കുള്ളിൽ കയറി പോകുന്നു. ഇത് കണ്ട പേടിച്ച പയ്യൻ പുറകോട്ട് മാറിയതും അവന്റെ അച്ഛൻ അവിടേക്ക് വരുന്നു. എന്നിട്ട് ചുമ്മാ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നതിന് ചെക്കന്റെ ചന്തിക്കിട്ട് 2 തട്ട് തട്ടി വിടുന്നു. ശേഷം അച്ഛൻ ഐസ്ക്രീം എടുത്ത് കഴിക്കുകയാണ്. കൂടാതെ അവന്റെ വീട്ടിലെ വേറെ ഫുഡൊന്നുമില്ല. ഈ ഐസ്ക്രീം കെട്ടുകണക്കിന് വാങ്ങി സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ആ കൊച്ചു പയ്യനൊഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും ആ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരൊക്കെ അത്രയും അഡിക്റ്റഡ് ആയിരുന്നു അതില്. എന്നാൽ അവര് സ്വയം കുടിച്ചിട്ട് പോണോന്നല്ലാതെ മര്യാദയ്ക്ക് നടക്കുന്ന ആ കൊച്ചു പയ്യനെയും കൂടി ഐസ്ക്രീം കുടിക്കാൻ നിർബന്ധിക്കുന്നു. അപ്പോ വട്ടന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ പയ്യൻ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് പോയിട്ട് ക്ലോസറ്റിൽ തട്ടുകയാണ്. പക്ഷെ തട്ടി കഴിഞ്ഞിട്ട് നോക്കിയതും ഐസ്ക്രീം ക്ലോസറ്റിൽ നിന്ന് പൊങ്ങി പുറത്തു വരാൻ തുടങ്ങി. അടുത്ത സെക്കൻഡില് അവൻ ഫ്ലഷ് ചെയ്തിട്ട് ടോയ്ലറ്റിന്റെ മൂടി ക്ലോസ് ചെയ്ത് വെക്കുന്നു. ശേഷം അവൻ അച്ഛന്റെ ഷേവിംഗ് ക്രീം എടുത്ത് ഡബ്ബയ്ക്കുള്ളിലാക്കിയിട്ട് അത് ഐസ്ക്രീം പോലെ കഴിച്ച് അഭിനയിക്കുകയാണ്. പക്ഷെ ടേസ്റ്റ് കൊള്ളൂലാത്തോണ്ട് അവൻ അത് വൊമിറ്റ് ചെയ്ത് കളയുന്നു. അങ്ങനെ ഫാമിലിക്ക് ഡൗട്ട് വന്ന് പയ്യനെ ഓടിക്കുകയാണ്. ശേഷം പിറ്റേന്ന് അവൻ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുന്നു. നോക്കുമ്പോൾ അവിടെയും കൊച്ചു പിള്ളേര് ആ ഐസ്ക്രീം കഴിക്കുന്നത് കാണുന്നു. ഉടനെ ആ പയ്യൻ കൊച്ചിന്റെ ഐസ്ക്രീം പിടിച്ചു വാങ്ങി കളഞ്ഞിട്ട് ഇതൊന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഡബ്ബ ചവിട്ടി പൊട്ടിക്കുകയാണ്. ശേഷം സൂപ്പർ മാർക്കറ്റിലെ ഐസ്ക്രീം സെക്ഷനിലേക്ക് ചെന്നിട്ട് എല്ലാ ഐസ്ക്രീമും നശിപ്പിച്ചു കളയുന്നു. സംഭവം ഇത് ഐസ്ക്രീം ഒന്നുമല്ല, ഭൂമിക്കടിയിൽ നിന്ന് വന്ന ഒരു ക്രീം മോൺസ്റ്റർ ആയിരുന്നു.